ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ബ്രാൻഡ് ന്യൂ 2024 ബജാജ് പൾസർ N250 ഒരു സ്ട്രൈക്കിംഗ്ലി ബ്യൂട്ടിഫുൾ നേക്കഡ് മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 2 DRS കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൂടെ കൊടുത്തു. ഈ DRS ഫുൾ ടൈം റണ്ണിങ് ആയിരിക്കും. ഒരു ആംഗ്രി ഹെഡാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ടയർ 110 സെക്ഷൻ ബിഗ്ഗർ ടയേഴ്സ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ. കുറച്ചുകൂടി വലിയ ടയേഴ്സാണ് ഇത് കൊടുത്ത്. MRF ZAP 110, ബാക്കി 140 ആണ്. ഫ്രണ്ട് നോക്ക്, പെറ്റൽ ഡിസ്ക് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ അല്ലേ? NS200 കണ്ടുവരുന്നത് പെറ്റൽ ഡിസ്ക്. ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടി ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ? 300 mm ആണ്. പിന്നെ ഗ്രൈമെക്കയുടെ കാലിപ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും വലിയ ചേഞ്ച് ഈ കാണുന്ന ഗോൾഡൻ ഷാമ്പെയിൻ ഗോൾഡ് 37 mm. 37 mm എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ ആണ് കേട്ടോ. ഇന്നർ ട്യൂബിൻ്റെ സ്റ്റാൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്ററാണ് കമ്പനി പറയുന്നത്. 37 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നത്തെ മേജർ ചേഞ്ച് ഈ LCD ഡിസ്പ്ലേ N160 N150 വരുന്ന ഒരു LCD ഡിസ്പ്ലേ കൊടുത്തേക്ക്. അതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. കണ്ട, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വിത്ത് ടേൺ ബൈ ടേൺ നാവിഗേഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ റോഡ് മോഡിലൊക്കെ എടുക്കുന്ന ഞാൻ ഈ ബട്ടൺ കണ്ടില്ലേ, ഇതിലൊരു മോഡ് അഡ്ജസ്റ്റ് ബട്ടൺ ഉണ്ട്. അത് ഡബിൾ ടാപ്പ് ചെയ്താൽ മാറുന്നുണ്ട് റെയിനിലോട്ടായി. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്താൽ അത് ഓഫ് റോഡായിട്ട് 3 മോഡ്സ്. അത് റൈഡിങ് മോഡ്സ് അല്ല, ഇതിൻ്റെ ABSൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് ഡുവൽ ചാനൽ ABS ആണ് കമ്പനി സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അടിപൊളി സേഫ്റ്റി ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് നിങ്ങൾക്ക് ചരലോ വെള്ളത്തിലോ മണ്ണിലോ നിങ്ങൾ ബ്രേക്ക് ധൈര്യത്തോടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി മെക്കാനിസം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ABS ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുക. ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് ധൈര്യത്തോടെ പിടിക്കാം വിത്തൗട്ട് ലോക്കിംഗ്. സോ ആ ABSൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. റോഡിൽ ഒരു മീഡിയം ഇൻട്രൂസീവ് ആയിരിക്കും, റെയിനിൽ ഭയങ്കര ഇൻട്രൂസീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചെറുതായി തന്നെ ലോക്ക് ചെയ്യാൻ പോകുന്നപ്പോൾ തന്നെ വിട്ടുപിടിക്കും. അതേപോലെ ഓഫ് റോഡാണ് ലീസ്റ്റ് ഇൻട്രൂസീവ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒട്ടും അധികം മാത്രം ഞാനിപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓഫ് റോഡിലിട്ടാണ് റൈഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ബ്രേക്സ് കണ്ട കുറച്ച് ലോക്ക് ആയാലും കുഴപ്പമില്ല, എനിക്ക് മാക്സിമം ബ്രേക്കിംഗ് പ്രഷറാണ് കിട്ടുക, ബ്രേക്കിംഗ് ഫോഴ്സാണ് കിട്ടുന്നത്. വേണ്ട മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് വേണ്ടി ഈ മോഡിലാണ് ഓടിക്കേണ്ടത്. നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ മോഡിലിട്ട് ഓടിക്കുക, അല്ലെങ്കിൽ റോഡ് മോഡിലിട്ട് ഓടിക്കുക. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കണ്ട MTC എന്നുണ്ട മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അണ്ടർ 1.1 lakhs ഉള്ള ഒരു വണ്ടിക്ക് വരെ ട്രാക്ഷൻ കൺട്രോൾ വന്നിരിക്കുന്നു. കാലം പോയ പോക്കെ. സോ ഇത് മാറ്റാൻ വേണ്ടി നെക്കി പിടിക്കുക. അപ്പോൾ കാണാൻ പറ്റും കീപ് പ്രസ് എന്ന് കണ്ടില്ലേ. എന്നിട്ട് റിലീസ് ചെയ്യുമ്പോഴേക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കി നിങ്ങൾക്ക് മാക്സിമം പവർ കിട്ടണമെങ്കിൽ ഈ മോഡിലാണ് ഓടിക്കേണ്ടത്. സംഭവം കൊള്ളാം. ഇതൊക്കെ മാറ്റി ഇവിടെ കംപ്ലീറ്റ് കൊള്ളാം. ഒരു ബാർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, കുറച്ച് പ്ലാസ്റ്റിക് ക്വാളിറ്റീസ്, കുറച്ചൊരു എന്താ പറയുക, ഇവിടെ ഒരു പന്തി കിടക്ക പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രമാത്രം പ്രീമിയം അറ്റൻഷൻ ടു ഫിനിഷ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു USB ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. നമുക്ക് നല്ല ഡീറ്റെയിൽ കൊടുത്ത E20 ആണ്. Ethanol കമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നീല സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ടാങ്ക് കണ്ടില്ലേ, ബ്യൂട്ടിഫുള്ളി സ്കൾപ്റ്റഡ് ടാങ്കാണ്. നമ്മുടെ നീസൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ടാങ്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ എർഗണോമിക്സും സാധനമൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ കണ്ടില്ലേ, ടാങ്ക് എൻ്റെ പഴയ NSൻ്റെ ടാങ്കാണ് എനിക്ക് ഓർമ്മ. അത് കുറച്ചും കൂടി എന്താ പറയുക സ്മൂത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുന്ന ഒരു ടാങ്കൊക്കെ കൊടുത്തിരിക്കുന്നത്. കാരണം നീസൊക്കെ പ്രോപ്പർലി ലോക്കിങ് ചെയ്യാൻ പറ്റുന്ന, ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ സ്കൾപ്റ്റഡ് മസ്കുലർ ടാങ്ക്. 14 ലിറ്റർ കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഫ്യൂൽ എക്കോണമി ഏകദേശം നിങ്ങൾക്ക് ഒരു 35 to 45 കിട്ടും. മര്യാദക്ക് 5th ഗിയർ അറ്റ് 5000-6000 RPM ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ടു 50 ഫ്യൂൽ എക്കോണമി കിട്ടുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് കേട്ടോ. കൊള്ളാല്ലേ? പിന്നെ സീറ്റായിട്ട് നോക്ക്, 800 mm സീറ്റായിട്ടുള്ള മിക്കർക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ കൂടിയാണ്. ഇതിൻ്റെ വെയിറ്റ് വന്നാൽ 164 kg. കുഴപ്പമില്ല, എല്ലാവർക്കും എന്നാലും മാനേജബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റും കൂടി ഇതിൽ കൊടുത്തിരിക്കുന്നു കേട്ടോ. MT15 അത്ര, MT15 അല്ലെങ്കിൽ RTR 200 അത്ര ലൈറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളല്ല. പക്ഷെ എന്നാൽ ഇത് ഓഫർ ചെയ്യുന്ന പവറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ എൻജിൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ എഞ്ചിൻ. SOC സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ SOCയുടെ പ്രത്യേകത ലോ ഡൗൺ ടോർക്കാണ്. ഇത് ഈ എഞ്ചിൻ സിംഗിൾ സിലിണ്ടറാണ്, എയർ ഓയിൽ കൂൾഡ്. അതേ ഓയിൽ കൂളറും കൊടുത്തിട്ടുണ്ട്. ഇത് 24.5 ഹോഴ്സ് പവർ, 21.5 Nm ഔട്ട് ഓഫ് ടോർക്കാണ് പ്രൊഡക്ഷൻ. പക്ഷേ അത് ഏർലിയാണ് 6700 RPM ഈ ടോർക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേട്ടോ. 249.07 cc ക്യൂബിക് കപ്പാസിറ്റിയുള്ള എഞ്ചിനാണ്. നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. ലോ RPM മിഡ് RPM ഭയങ്കര ബ്യൂട്ടിഫുള്ളി റിഫൈൻഡ് എഞ്ചിനാണ്. പക്ഷേ കുറച്ച് സ്പീഡ് കയറുമ്പോഴേക്കും കുറച്ച് ഹാർഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇത് ഫുൾ റൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിക്കോട്ടോ. മിക്കനും പറയുന്നൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിൾ 5 ഗിയറുകളുന്ന 5 സ്പീഡ് മോട്ടോർ സൈക്കിളാണ്. ഹൈവേസ് ഞാൻ ഇത് ഓടിച്ചു നോക്കിയിട്ട് ഞാൻ 5th ഗിയർ 6000 RPM 100 kmph ഈസിലി ബട്ടറി സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യും. കുറച്ച് വൈബ്രേഷൻ ഒക്കെ ഉണ്ടായത്, പക്ഷേ എന്നാൽ എഫേർട്ട്ലെസ് ട്രാവൽ ചെയ്യാൻ പറ്റും. 100 to 120 ഒക്കെ നിങ്ങൾക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ടോളർ ഗിയറിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അഗ്രസീവ് ആയിട്ടുള്ള ഗിയറിംഗ് അല്ല, ടോളർ റിലാക്സ്ഡ് ഗിയറിംഗ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് 5th ഗിയറിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് 5000-6000 RPM നല്ല ഫ്യൂൽ എക്കോണമിയുടെ ടോപ്പ് സ്പീഡ് 100-110 ഈസിലി കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന. അതുകൊണ്ട് 6th ഗിയറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് റിയലി. ബജാജ് പെർഫെക്റ്റ്ലി ഈ മോട്ടോർ സൈക്കിൾ ട്യൂൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഗിയറിംഗ് ഫൈനൽ ഡ്രൈവ് അത്ര നല്ല രീതി എടുത്തുകൊണ്ട് ഒരു 6th ഗിയറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കുറച്ച് അഗ്രസീവായിട്ട് നിങ്ങൾ ടോപ്പ് ആൻഡ് ഹണ്ട് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മോട്ടോർ സൈക്കിൾ നിങ്ങൾക്കുള്ള മോട്ടോർ സൈക്കിൾ. ഇത് മിഡ് എൻഡ് പവർ അതുപോലെ ലോ എൻഡ് പവറിൽ അക്രമം കാണിക്കുന്ന സിറ്റിയിലൊക്കെ കുറച്ച് ഒരു സ്പിരിറ്റ് റൈഡിങ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണ്. അല്ലാണ്ട് ഹൈവേസിൽ ടോപ്പ് എൻഡ് അടിക്കാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ. എൻ്റെ ടോപ്പ് എൻഡ് 130 എത്തുമ്പോഴത്തേന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. എഞ്ചിന് 140 വരെയൊക്കെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് വേണം നമുക്ക് രജിസ്റ്റർ ആയിക്കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ സീറ്റ്സ് ഒക്കെ ഇവിടെ നാരോ സെക്ഷനായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല കുറച്ചൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വൈഡ് സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ബെറ്റർ സീറ്റ് കവർ കൊടുക്കുന്നത് കുറച്ച് എന്താ പറയുക, കുറച്ച് കോസ്റ്റ് കട്ടിങ് ആയിട്ടുള്ള കുറച്ച് ലോ ക്വാളിറ്റി പക്ഷേ എന്നാലും ഗ്രിപ്പി ടെക്സ്ചറുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പക്ഷേ പെട്ടെന്ന് ഡാമേജ് ആവുന്നുള്ള ഫീലിംഗ് ഉണ്ട്. ഇവിടെ പൾസർ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പില്ലിയൻ ആണെങ്കിൽ വൈഡ് സീറ്റാണ് കൊടുത്തിരിക്കുക. പില്ലിയൻ കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ദ N250 കേട്ടോ. പിന്നെ റിയർ സെക്ഷനിലോട്ട് എത്തില്ലോ 230 mm ഡിസ്ക് റോട്ടറാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന. മാത്രമല്ല 140 MRF സാപ്പർ ടയർസാണ് കൊടുത്തത്. നല്ല ഗ്രിപ്പായിരിക്കും ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഈ ടയർസ് ഇട്ട് ഞാൻ R15 ട്രാക്കൊക്കെ ഓടിച്ച ഗുഡ് ടയർസാണ്. അധികം ലൈഫ് കിട്ടില്ല, പക്ഷേ എന്നാലും നല്ല ഗുഡ് ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. LED ആക്കിയുള്ള സ്ട്രൈക്കിംഗ് ടെയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ പഴയ NSൻ്റെ ആ പൾസർ ഡിസൈൻസൊക്കെ എടുത്ത് ഇവോൾവ് ചെയ്തെത്തിയ ഒരു ഡിസൈൻ ലാംഗ്വേജിലോട്ട് എത്തിക്കുന്ന ഈ ടെയിൽ ടൈഡ് ഈസിലി റിമൂവബിളാണ്. ഈ ടയർ ഹഗ്ഗർ റിമൂവബിളാണ്. പക്ഷെ എന്നാലും കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ച് ചെളി മണ്ണ് കല്ലിൽ കൂടിയൊക്കെ കണ്ടില്ലേ, കുറച്ചൊന്ന് ഓഫ് റോഡൊക്കെ പോയി നോക്കിയതാണ്. പക്ഷെ എന്നാലും കണ്ടോ അധികം ചെളിയൊന്നും തെറിച്ചിട്ടില്ല. ഡീസൻറ്റ് പ്രൊട്ടക്ഷൻ, ഡേർട്ട് മഡ് റെയിൻ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാമല്ലേ. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. ഇതിൻ്റെ കൂട്ടിയൊരു മഫ്ലറാണ് കൊടുത്തത്. ട്വിൻ എക്സിറ്റ് മഫ്ലറാണ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാമല്ലേ. സോ ഇതിൻ്റെ എക്സോസ്റ്റ് ആയിട്ടും കൂടി നമുക്ക് കേട്ടു നോക്കാം. ഡീസൻറ്റ്ലി സൗണ്ടാണ്, സിംഗിൾ സിലിണ്ടറാണ്, ബഡ്ജറ്റ് മോട്ടോർ സൈക്കിളാണ്. സോ ഇത്രയൊക്കെ എക്സോസ്റ്റ് നോട്ട് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ എന്നാലും എങ്ങനെയുണ്ട് സാധനം? ഇത് മറ്റ് കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. 250cc 24.5 ഹോഴ്സ് പവർ 21.5 Nm ഓഫ് ടോർക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു വണ്ടിയുടെ കോസ്റ്റ് 1.51 lakhs ഷോറൂം കൊച്ചിയാണ്. ഇൻസെയിൻലി പ്രൈസ്ഡ് ആണ്. ഇത് MT15 വെച്ച് നോക്കുമ്പോൾ 25,000 rupees ചീപ്പറാണ്. ഇത് ജിക്സർ 250 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 35,000 rupees ചീപ്പർ, മോർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ പൾസർ N250 കേട്ടോ. ഇൻക്രെഡിബിൾ ഡീലായിട്ട് ഇത്ര മാത്രം ചേഞ്ചസ്, ഡിസ്ക് ചേഞ്ച് വന്നു, അതേപോലെ റൈഡിങ് ഇതിന് ABS മോഡ്സ് വന്നു, അതേപോലെ ഒരു പുതിയ ഡിസ്പ്ലേ വന്നു, അപ്സൈഡ് ഡൗൺ ഫോക്സ് വന്നു. എന്നിട്ടും കമ്പയർ ടു പ്രീവിയസ് N250 വെച്ചിട്ട് ആകെ ഒരു 829 rupees അവർ കൂട്ടിയിട്ടുള്ളൂ ഈ വണ്ടിക്ക്. ഇൻസെയിൻ ഡീലാണ്. ഞാൻ പറയേ, ഇനി നമുക്ക് റൈഡ് പോവാം. ഇതിൻ്റെ ഗിയർ ബോക്സ് അത്ര സ്ലിക്കല്ല, ഈ ജാപ്പനീസ് പോലെയൊന്നും അത്ര സ്ലിക്ക് ഗിയർ ബോക്സ് ഒന്നുമല്ല. പക്ഷേ ഇറ്റ് വർക്ക്സ്. കാരണം ഫോൾസ് ന്യൂട്രലൊന്നുമില്ല, വർക്ക് ചെയ്യുന്ന ഒരു റഗഡ് ആയിട്ടുള്ള കുറച്ച് എന്താ ഒരു മോർ ഓഫ് എ മെക്കാനിക്കൽ ആയിട്ടുള്ള ഗിയർ ബോക്സാണ്. ഇടയ്ക്കൊന്ന് 6th ഗിയർ ആണ് നോക്കിയതാ. 5 ഗിയറുള്ളൂ, 5th ഗിയർ വരെയുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. എക്സോസ്റ്റ് നോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടാ. ഞാൻ ഫുൾ ത്രോട്ടിലൊന്നല്ല കേട്ടോ കൊടുക്കുന്നത്.
ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ഈ എൻജിൻ ബട്ടറി സ്മൂത്താണ്. 249cc എയർ ഓയിൽ കൂൾ സിംഗിൾ സിലിണ്ടറാണ്. മേക്കിംഗ് 24.5 ഹോഴ്സ് പവർ, 21.5 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോക്കാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ആ ടോക്ക് 6700 RPM പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഏർലി ആയിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സിറ്റിയിലൊക്കെ അധികം ഗിയർ ചേഞ്ച് ചെയ്യാണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഭയങ്കര പെപ്പി എൻജിനായിട്ട്, റെഡി ടു റെവ് ആയിട്ട്. അപ്പോൾ കുറേയൊക്കെ ഉള്ള സംശയമാണ് ഈ 5th ഗിയർ മതിയെന്നു. സിറ്റി യൂസ് ഇസ് മോർ ദാൻ എനഫ്. നല്ല രീതിയിലാണ് ഗിയറിങ് കൊടുത്തിരിക്കുന്നത്. അധികം ഗിയർ ഷിഫ്റ്റിന് റിക്വയർമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. 3rd ഗിയറിലാണെങ്കിൽ ഇനഫ് ഓഫ് പവർ, ലോ ഡൗൺ ഉണ്ട്. നമുക്ക് ഇടയിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ടാണെങ്കിൽ ആവശ്യമുള്ള, ഞാൻ പറഞ്ഞില്ലേ, വലിയ കമ്മിങ് ടു എ സ്റ്റോപ്പ് ഫുൾ വന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് 1st ഗിയറൊക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ 2nd ഗിയർ തന്നെ കണ്ടു ട്രക്കിൻ്റെ പഞ്ചറൊക്കെ ആയി കിടക്കുവാണ്. അങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോൾ അതിൻ്റെ 1st ഗിയർ ഇട്ടാൽ 2nd ഗിയറിൽ തന്നെ നമുക്ക് പോവാം. നല്ല സ്മൂത്ത് എഞ്ചിനാണ് കേട്ടോ. SOC സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ഡിസൈനൊക്കെ കൊടുത്ത് എന്ന് പറഞ്ഞാൽ ലോവർ RPMത്തിലൊക്കെ പെട്ടെന്ന് എയർ ഫിൽമിഷൻ ഇൻ ടു ദ സിലിണ്ടർ പോയി കമ്പഷൻ ചെയ്ത് ഇനഫ് ഓഫ് പവർ. ഭയങ്കര ലോ ഡൗൺ RPM നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഡിസൈനാണ് SOC കേട്ടോ. ലോ ഡൗൺ ടോർക്കൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഡിസൈനാണ് SOC. മാത്രമല്ല മാനുഫാക്ചറിങ് കോസ്റ്റും കുറയും. ആ കോസ്റ്റ് ബെനിഫിറ്റ് കസ്റ്റമേഴ്സിനും കിട്ടുന്ന, അതുകൊണ്ട് ഇത്ര അഫോർഡബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ കിട്ടുക. 1.51 lakhs ഇത്രയും സെറ്റപ്പ് കിട്ടുന്നത്. സസ്പെൻഷൻ കൊള്ളാം, ഇരിക്കുന്ന രീതിയാണ് ഭയങ്കര കംഫർട്ടബിളി പോയിസ്ഡ് ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന കണ്ടോ. ഇത് ഞാൻ എപ്പോഴും കുറച്ചുകൂടി സ്പോർട്ട് അഗ്രസീവ് മോട്ടോർ സൈക്കിൾസൊക്കെ ഓടിച്ചിട്ട് ഇത് വന്ന് ഓടിക്കുമ്പോൾ ഇതിനുണ്ടോ, ഇതിന് ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്ന. ക്ലിപ്പ് ഓൺസ് നല്ല പ്രോപ്പർ ഹാൻഡിൽ ബാർ സെറ്റപ്പാണ് ബജാജിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് കംഫർട്ടബിൾ എവറി ഡേ ഓൾ ഡേ റൈഡിങ്ങിന് പറ്റിയ ഒരു എർഗണോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലഷ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു വൈബ്രേഷനും ഇല്ല. ശരിക്കും ഞാൻ ഒരു BS3 NS 200 ഓണറാണ്. അന്ന ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ബജാജിന് വൈബ്രേഷൻസ്, അന്നത്തെ ടൈമിലുള്ള പൾസേഴ്സിന് വരെ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഈ പൾസർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൾസർ ക്ലാസിക്സ് ഉണ്ട്, അതേപോലെ പുതിയ N160 ഉണ്ട്, N160 ഉണ്ട്, പിന്നെ N250, NF250. അതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ ഒരു ബാലൻസ്ഡ് ആണ്. എവറി ഡേ യൂസേജ് പ്ലസ് ഒരു ലോ ഡൗൺ ടോർക്ക് പ്ലസ് ഒരു സ്പോർട്ടി ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടികളാണ് ഈ N250 കേട്ടോ. ബ്രേക്സ് ആർ ഗുഡ്. മാത്രമല്ല ഇതിൽ അപ്സൈഡ് ഡൗൺ ഫോക്സ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ബംസൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കാം. മാത്രമല്ല ബ്രേക്കിംഗ് ടൈമിൽ കണ്ട ആ ഫ്രണ്ട് എൻഡ് ഡൈവ് വരെ കൺട്രോൾഡ് ആണ്. ഇത് നിങ്ങൾ കോർണേഴ്സിൽ കൊണ്ടുപോകണമെങ്കിൽ കുറച്ചൊക്കെ അക്രമം കാണിക്കുവാണെങ്കിൽ കൂടി വണ്ടി നല്ല സപ്പോർട്ട് ചെയ്യും, നല്ലൊരു ഫീലിംഗ് തരും കേട്ടോ. മെട്രോ കണ്ടില്ലേ, 5th ഗിയർ 106,000 RPMത്തിലാണ് വരുന്നത്. ഇനിയും കിടക്കുന്നത് ഓൾമോസ്റ്റ് 3000 RPM കേട്ടോ. സോ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് 3 ഡിജിറ്റ് സ്പീഡ്സിൽ സഞ്ചരിക്കാൻ, ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടെ. 14 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 800 mm ആണ് ഇതിൻ്റെ സീറ്റായിട്ട്. ഒരു സ്പോർട്സ് ടൂറ് കൂടി ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഒരു ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടി ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് N250. കൊള്ളാം, ഓടിച്ചിട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെറ്റപ്പൊക്കെ കൊള്ളാം. ഓവർടേക്ക് ചെയ്യാൻ ഒരു ഗിയർ ഡൗൺ ചെയ്യണം കേട്ടോ. ഇനഫ് പവർ ലോ ഡൗൺ ഉണ്ടെങ്കിൽ കൂടി ഈ 4th ഗിയറിലൊക്കെ സഞ്ചരിക്കുവാണെങ്കിൽ നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ഇപ്പോൾ ഓഫ് റോഡ് മോഡിലാണ്. ഇതിന് 3 മോഡുണ്ട്. ആ 3 മോഡ് റൈഡിങ് മോഡ്സ് അല്ല, ABS മോഡ്സ് ആണ്. ഇതിൻ്റെ ABSന് സെൻസിറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയാണ്. റോഡ് ഉണ്ട്, റെയിൻ ഉണ്ട്, ഓഫ് റോഡ് ഉണ്ട്. ഏറ്റവും ലെസ് ഇൻട്രൂസീവ് ആയിരിക്കുന്ന ഓഫ് റോഡിലാണ്. മാത്രമല്ല ഈ ഓഫ് റോഡ് മോഡിൽ നമുക്കൊരു എക്സ്ട്രാ സാധനം ചെയ്യാം. ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോളും കൂടി ഓഫാക്കാൻ പറ്റും. അതിൻ്റെ സെറ്റപ്പ് MTC ഓണല്ലേ. ഇപ്പോൾ ഞാൻ നെക്കി പിടിച്ചിട്ടുണ്ട്, കീപ്പ് പ്രസ് എന്ന് കണ്ടില്ലേ, കീപ്പ് പ്രസ്ഡ് എന്നിട്ട് റിലീസ്, MTC ഓഫാക്കിയിട്ടുണ്ട്. ഇനി പവറിൽ ഒരു ചേഞ്ച് ഉണ്ടാകും നോക്കട്ടെ. നേരത്തെ ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീൽ സ്പീഡും റിയർ വീൽ സ്പീഡും കമ്പയർ ചെയ്യും. അതിൻ്റെ റിയർ വീൽ സ്പീഡ് ഫ്രണ്ട് വീലിനെക്കാട്ടി കൂടുവാണെങ്കിൽ അപ്പോൾ പവർ ടു ദ റിയർ വീൽ കട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചരലൊക്കെ പോയി കഴിഞ്ഞാൽ റിയർ വീലിൻ്റെ സ്പീഡ് പെട്ടെന്ന് കറങ്ങില്ലേ, അങ്ങനെ കറങ്ങുമ്പോഴേക്കും അതിൻ്റെ പവർ കട്ട് ചെയ്യുമ്പോഴേക്കും മാച്ച് ചെയ്യും. അങ്ങനെ റിയർ വീൽ സ്കിഡായി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ് ട്രാക്ഷൻ കൺട്രോൾ. അത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. പക്ഷേ ഈ 150, 250 സെഗ്മെൻറ്റിലൊക്കെ ഇപ്പോൾ MT15 ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ, RTR 200 ഉണ്ട്. ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കട്ടെ, പക്ഷേ അത്രമാത്രം വലിയ സെറ്റപ്പ് ഒന്നും ഞാൻ പറയാനില്ല.
130 140 ഒക്കെ ടോപ്പ് സ്പീഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പറയില്ല, ഇത് ടോപ്പ് എൻഡ് അടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളല്ല. ഇത് എവറി ഡേ യൂസേജ്. ടോപ്പ് സ്പീഡ് ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പോയിൻറ്റ്ലെസ്. അത് എവിടെ നമുക്ക് എവറി ഡേ യൂസേജിൽ അത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും ടോപ്പ് സ്പീഡ്. പക്ഷേ ബജാജ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എവറി ഡേ പ്രാക്ടിക്കാലിറ്റി, ആ ലോ ഡൗൺ ടോർക്കാണ്. കണ്ടില്ലേ, ഈ വണ്ടി വരുമ്പോൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി എവിടെ നിന്ന് എടുത്തുകൊണ്ട് പറന്നാൽ പോയിക്കോട്ടെ. ഗിയർ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ഈസിലി ബോട്ടം ഔട്ടാണ്. പെട്ടെന്നൊക്കെ കുറച്ച് സ്പീഡ്സിൽ ഒരു പമ്പ് ഇടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഫുൾ ഷോക്ക് കംപ്രസ് ചെയ്തിട്ട് പിന്നെ ടയർ ലിഫ്റ്റ് ഓഫ് ചെയ്തു പോകും. ആ അടിയൊക്കെ റൈഡറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ ഹൈ സ്പീഡിൽ പോയിട്ട് കുഴി ചാടിക്കേണ്ട വണ്ടിയൊന്നുമല്ല, എൻജോയ് ചെയ്ത് ഓടിക്കേണ്ട ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. ആൻഡ് ബ്രേക്സ് ഇപ്പോൾ 300 mm ഡിസ്കും 230 ഇൻ ദ റിയർ ആണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല ബ്രേക്സ്, നല്ല ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്സാണ്. പിന്നെ ആ ABSൻ്റെ ഇൻട്രൂഷൻ ഇല്ല. അതിൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ 3 മോഡും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫാക്കിയിട്ട് ഓടിച്ചേക്കോട്ടോ, അത് മതി. അപ്പോഴാണ് ഫുൾ പവർ ടു ദ റിയർ വീല് കിട്ടുന്നത്. അതാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അതിലാണ് നമ്മൾ ഓടിക്കുന്നത്. ഹയർ RP എത്തുമ്പോഴേക്ക് വൈബ്രേഷൻ, ബാറൻസിൽ വൈബ്രേഷൻ, ഫുഡ് പാക്കിൻ്റെ എൻ്റെ വൈബ്രേഷൻ, അതൊക്കെ ഫീൽ ചെയ്യാം. എല്ലാ സിംഗിൾ സിലിണ്ടറിലും എല്ലാ പ്രശ്നങ്ങളെ ഈ വണ്ടിക്കുള്ളൂ. ബജാജ് പൾസർ പണ്ട് മുതലേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു എയർ ഇൻടേക്ക് ശബ്ദത്തിലുള്ള ഒരു പ്രത്യേകത. അത് ഓടിക്കുമ്പോഴേ അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവും. കേട്ടില്ലേ, കൊള്ളാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു എന്നാൽ ഇതിന് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. കണ്ട ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ്. നിങ്ങൾ സിറ്റി യൂസേജ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ക്ലച്ച് മാത്രം നിങ്ങൾ അഗ്രസീവായിട്ട് ഇപ്പം ഒറ്റയടിക്ക് ഡൗൺ കണ്ട 14 സെക്കൻഡിലോട്ട് ഡൗൺ ചെയ്തിട്ടും കൂടി ആ റിയർ വീൽ ലോക്കിംഗ് ഇല്ല. അതൊക്കെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിൻ്റെ ഒരു ഫീച്ചറാണ്. അതൊക്കെ നല്ല അഡീഷനാണ് കൊടുത്തിരിക്കുന്നത്. എവറി ഡേ യൂസേജിലാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, സേവ് ചെയ്യാൻ പോകുന്ന ഫീച്ചേഴ്സ് അതൊക്കെ. ഇപ്പോൾ 110 and 140 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല കോൺഫിഡൻസ് ആണ്. മാത്രമല്ല ടിപ്പ് ആൻഡ് ലീനൊക്കെ ചെയ്യാൻ നല്ലൊരു കോൺഫിഡൻസ് ഇൻസ്പയറിങ് ടയറും കൂടി. MRF സാപ്പർ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അധികം ലൈഫ് കിട്ടില്ല, പക്ഷേ ഗ്രിപ്പിയാണ്, നിങ്ങൾ എൻജോയ് ചെയ്യും റൈഡിങ് സമയത്ത്. ഇത് ആർക്ക് വേണ്ടിയുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾ എവറി ഡേ യൂസ് ചെയ്യാൻ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ മോട്ടോർ സൈക്കിൾ ഫോർ എവറിത്തിങ്. കോളേജ് യൂസ് ആണെങ്കിൽ, ഓഫീസ് യൂസ് ആണെങ്കിൽ, സിറ്റിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്യൂൽ എക്കോണമി 40 km to the liter SOC ആണ് ലോ ഡൗൺ ടോർക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടുന്ന ഒരു എഞ്ചിനാണ് ബജാജിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 35 to 45 ആണ് കമ്പനി പറയുന്നത്. 40 ഒക്കെ ഹൈവേ കിട്ടുന്നത്, 38 37 ഒക്കെ സിറ്റി കിട്ടുന്നത് എന്നാണ് ഓണേഴ്സൊക്കെ ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല പില്ലിയനെ വെച്ച് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് കംഫർട്ടബിൾ സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 14 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ കൂടിയാണ് ദ ബജാജ് പൾസർ N250. അടിപൊളി ഡീലാണ്. എക്സ്പെഷ്യലി ഈ 1.51 lakhs സ്റ്റീലാണ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഹോർണറ്റ് 2.0 ആണ്. അതിനെക്കാട്ടിയും വേ മോ പവർ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന MT15 കൂടുതൽ പെർഫോമൻസാണ് ഈ വണ്ടിക്കുള്ള. മാത്രമല്ല ഒരു 20,000-25,000 rupees കുറവാണ് ഈ മോട്ടോർ സൈക്കിൾ. പിന്നെയുള്ള കോമ്പറ്റീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ജിക്സർ 250 ഉണ്ട്. ആ മോട്ടോർ സൈക്കിൾ നല്ല മോട്ടോർ സൈക്കിൾ, പക്ഷേ എൻ്റെ സർവീസ് എക്സ്ട്രീംലി ബാഡാണ്. എൻ്റെ പാർട്സ് കിട്ടാൻ അവൈലബിലിറ്റി ഒക്കെ മോശമാണ്. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അതിൻ്റെ ഓൺ സെറ്റ് ഓഫ് ഇഷ്യൂസ് വേറെയുണ്ട്. പിന്നെ അത് ഓൾമോസ്റ്റ് 32,000-35,000 മോർ എക്സ്പെൻസീവ് ദാൻ ദ N250 ആണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെ വാല്യൂ ഫോർ മണിയിലാണ് പണ്ട് മുതലേ ബജാജ് സ്ട്രൈക്ക് ചെയ്യുന്ന. ദ ഒറിജിനൽ NS200 വന്ന സമയത്താണെങ്കിൽ അത് വാല്യൂ ഫോർ മണി കിങ് ആണ്. ഈ വരുന്ന May 3 NS400 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡോമിനാറിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടിരിക്കുന്നത്. ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ചിലപ്പോൾ ഈ വീഡിയോ അവർ റിമൂവ് ചെയ്യാൻ പറയും. അധികം ഡീറ്റെയിൽസ് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ വരെ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സ്നീക്ക് പീക്ക് ബോണസ് ആയിട്ട് ഇരിക്കട്ടെ. സോ അതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. മാത്രമല്ല ഇപ്പോൾ MTC ഓഫാണ്, ഓഫ് റോഡ് മോഡുമാണ്. റിയർ വീൽ ലോക്കാവും. വലിച്ചു നോക്കാം. റിയർ വീൽ ലോക്ക് ചെയ്യാൻ പറ്റും.